ഇസ്രയേൽ ആക്രമണത്തിന് തിരിച്ചടി നൽകി ഇറാൻ 100 ഡ്രോണുകൾ ഉപയോഗിച്ച് തിരിച്ചടിച്ചു. ഇന്ന് പുലർച്ചെയാണ് ഇസ്രയേൽ ഇറാനിൽ വ്യോമാക്രമണം നടത്തിയത്. ടെഹ്റാനിൽ ഉഗ്രസ്ഫോടനങ്ങൾ ഉണ്ടായി. ഇറാന്റെ സൈനിക മേധാവി ഹുസൈൻ സലാമി കൊല്ലപ്പെട്ടു. സൈനിക നടപടി തുടരുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഇസ്രയേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇസ്രയേലിന്റെ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ വ്യോമപാത അടച്ചു. ഇതിന് പിന്നാലെ എയർ ഇന്ത്യ നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. വിവരങ്ങളുമായി വിനിത വേണുവും പി ആർ സുനിലും നമുക്കൊപ്പം ചേരുന്നു. വിനിത വേണു, ഇപ്പോൾ കൃത്യമായ ഒരു എസ്കലേഷൻ പോയി കഴിഞ്ഞിരിക്കുന്നു എന്ന സാഹചര്യത്തിലേക്കല്ലേ ഈ തിരിച്ചടി കൂടി വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതാണ് സുജയ, ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. അത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വലിയ സംഘർഷത്തിലേക്ക് വഴിവെക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. ഇസ്രായേൽ ആക്രമണത്തിന് ഇറാൻ തിരിച്ചടി നൽകിയിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ കൂടി വരുന്നു. പ്രാദേശിക മാധ്യമങ്ങൾ അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. 100 ഡ്രോണുകൾ ഉപയോഗിച്ച് ഇറാൻ തിരിച്ചടിച്ചിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. എന്നാൽ ഇതിന്റെ ആഘാതം എത്രയാണ് എന്നതിനെക്കുറിച്ച് വിവരങ്ങൾ ലഭ്യമല്ല. തിരിച്ചടി നൽകുന്നു എന്നുള്ള വിവരങ്ങൾ മാത്രമാണ് പുറത്തു വരുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന് കനത്ത നാശം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. സൈനിക മേധാവികളും ആണവ ശാസ്ത്രജ്ഞരും ഉൾപ്പെടെ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇറാൻ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോർപ്സിന്റെ, അതായത് അവരുടെ സൈനിക തലവനെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന മേജർ ജനറൽ ഹുസൈൻ സലാമി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടിയാകുന്നത്. മുഹമ്മദ് ബഖേരിയുടെ മരണവും ഇറാൻ സ്ഥിരീകരിക്കുന്നു. അതായത് റവല്യൂഷണറി ഗാർഡ്സിന്റെ തലവനും ഒപ്പം സൈനിക മേധാവിയും ഇരുവരെയും കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി വരുന്ന വിവരം. ഒപ്പം ഈ റവല്യൂഷണറി ഗാർഡ്സിന്റെ ആസ്ഥാനത്തിന്റെ തലവനായിട്ടുള്ള മേജർ ജനറൽ ഗോലം അലി റാഷിദ് നിരവധി ഓപ്പറേഷൻസിന് നേതൃത്വം നൽകുന്നയാളും കൊല്ലപ്പെട്ടിരിക്കുന്നു. അതായത് ഉന്നതരായ സൈനിക മേധാവികളെല്ലാം ഇറാന് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇറാന്റെ തിരിച്ചടി അത് എത്രത്തിലായിരിക്കുമെന്നത് അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇസ്രായേൽ വ്യോമാക്രമണം എന്ന് പറയുന്നത് റൈസിംഗ് ലയൺ എന്ന് പേരിട്ടുകൊണ്ടായിരുന്നു ടെഹ്റാനിൽ, ഇറാൻ തലസ്ഥാനത്ത് ഇറാന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഇസ്രായേൽ ആക്രമണം നടത്തിയ നിരവധി തുടർച്ചയായ സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നതാണ് ഇറാൻ ന്യൂസ് ഏജൻസികൾ അറിയിക്കുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രത്തിലും ഇപ്പോൾ ആക്രമണം ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നു. അതിലാണ് ആറ്റമിക് എനർജി ഓർഗനൈസേഷൻ ഓഫ് ഇറാന്റെ മുൻ തലവനായിട്ടുള്ള ഫെറൈഡോൺ അബ്ബാസി ഉൾപ്പെടെ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നത്. നേരത്തെയും അബ്ബാസിക്ക് നേരെ ഇസ്രായേലിന്റെ വധശ്രമം ഉണ്ടായതാണ്. പക്ഷേ ഇപ്പോൾ അബ്ബാസി കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കുകയാണ്. അങ്ങനെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെയും ആണവ ശാസ്ത്രജ്ഞരെയും നഷ്ടമാകുമ്പോൾ ഇറാനെ അത് വലിയ കനത്ത പ്രഹരമായി തന്നെ മാറുകയാണ്. എന്നാൽ ആക്രമണത്തിന് പങ്കുണ്ട് അമേരിക്കയ്ക്ക് എന്നുള്ള വാദമാണ് ഇറാൻ ഉയർത്തുന്നത്. ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, ഇസ്രായേൽ ആക്രമണം സ്വന്തം നിലയ്ക്ക് നടത്തിയതാണെന്ന നിലപാട് അമേരിക്ക സ്വീകരിക്കുന്നു. പക്ഷേ കൃത്യമായി തന്നെ നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്, ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞത്, ഇനിയും ആക്രമണം നടത്തേണ്ടതുണ്ടെങ്കിൽ അത് നടത്തുമെന്ന് തന്നെയാണ്. ഇവിടെ തീരുന്നില്ല കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കുന്നു. ഇറാൻ കൂടി തിരിച്ചടി നൽകുമ്പോൾ ഇനി ഇസ്രായേലിന്റെ പ്രതികരണം അറിയണം. അതൊരു വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആഗോളതലത്തിൽ തന്നെ ഇത് വലിയ രീതിയിൽ വ്യാപിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഓഹരി വിപണികൾ ഇടിഞ്ഞു തുടങ്ങി. എണ്ണവിലയിൽ വലിയ വർധനയുണ്ടാകുന്നു. ഇസ്രായേൽ ഇറാൻ സംഘർഷം മൂർച്ഛിക്കുകയാണെങ്കിൽ അത് ലോകരാജ്യങ്ങളെ ആകെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയവുമില്ല സുജയ.